ചോറിനകത്തേക്ക് ഇടാനുള്ള ഉള്ളി ഇതാ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒത്തിരി കളർ മറന്നിട്ട് ഇച്ചിരി പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന ഉള്ളി പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മളിത് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ഒരിത്തിരി പോലും അപ്പം നമ്മളിത് കോരിയെടുക്കാൻ പോണേ. ഇടാനുള്ള ഉള്ളി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഇത് ഇച്ചിരി മൂപ്പ് കൂടുതലായെന്ന് തോന്നുന്നു. അതെല്ലാം ചൂടായി വന്നിട്ടുണ്ട് നെയ്ച്ചോറിനുള്ള. അപ്പോൾ അതിനുള്ള കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ അതിൻ്റെ ഒപ്പം കൊടുക്കണം. നെയ്യിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നെയ്യൊക്കെ എത്ര വേണമെങ്കിൽ ചേർക്കാം, ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം. നമുക്കിപ്പോൾ ഇത്രയും മതിയാകും. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് മിക്സിട്ട് വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിനുള്ള ഉള്ളിയാണ്. കുറച്ചൊന്ന് വഴന്നിട്ട് വരുമ്പോൾ റൈസും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ വെക്കുക. ഇപ്പം ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ വെക്കുക. പിന്നെ വലിയ എന്താ പറയുക, ഹോട്ടൽ രീതിയിലൊന്നുമല്ല, സാധാരണ ഒരു ഇതിലാണ് ഞാനിതുണ്ടാക്കുന്നത്. പിന്നെയുള്ള ഉള്ളി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി ആ ഉള്ളിലേക്ക് നമ്മൾ ഈ ചോറ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് വയ്ക്കാനുള്ള ജീരകശാല അരിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ അതിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇത് ഞാൻ വലിയ പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്. ഇതെനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്യുന്നത്. അപ്പം തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. ഇതായിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ നമ്മളിത്രയും വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അത് നമുക്ക് വെന്തിട്ട് വരും. നെയ്ച്ചോറ് ദാവള റെഡിയായി വന്നിട്ടുണ്ട്. കഴിച്ചാലോ? നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്കും ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എല്ലാവരും എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ.